ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ സോയിൽ ക്ലേ മേക്കിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ബക്കറ്റ് മണ്ണെടുക്കണം. പുറമേ ഉള്ള മണ്ണെടുക്കാതെ കുറച്ച് കുഴിച്ചിട്ട് ഉള്ളിലുള്ള മണ്ണെടുക്കാൻ നോക്കുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ കാണിക്കുന്നത് പോലെ ഒരു വടിയോ കോലോ ഒക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ടൈറ്റായിട്ടുള്ള മണ്ണിനെയൊക്കെ ലൂസാക്കി എടുക്കുക. ഇല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി കൊടുത്താൽ മതി. എനിക്ക് കൈ വെച്ചിട്ടായിരിക്കും കംഫർട്ട് എന്ന് തോന്നിയപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെയായിരുന്നു മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതിലുള്ള കട്ടകളിനെയൊക്കെ നമുക്ക് ലൂസാക്കി എടുക്കാൻ പറ്റും. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കല്ലും കോലുകളൊക്കെ എല്ലാതും പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ നമ്മൾ ഇതിൽ കാണിക്കുന്നത് പോലെ അരിച്ചെടുക്കണം. ഇതിൽ കാണിച്ച മാതിരത്തെ അരിപ്പ വല്ലതും ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് ബെറ്റർ ആയിരിക്കുക. അല്ല തുണി വെച്ചിട്ടാണ് ചെയ്യുന്നത് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും, മെല്ലെ ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തതിന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മണ്ണിൻ്റെ വെള്ളം താഴോട്ട് പോകും. അപ്പോൾ നമുക്ക് ആ വെള്ളമാണല്ലോ വേണ്ടത്. അപ്പോൾ നന്നായിട്ട് വേഗം ചെയ്യാൻ പറ്റും. ഇങ്ങനെ 2-3 തവണ അരിപ്പയിൽ അരിച്ചെടുക്കണം. അതിലുള്ള കല്ലും കട്ടകളും എല്ലാം റിമൂവ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ടുള്ള മണ്ണിൻ്റെ വെള്ളം മാത്രമായിരിക്കണം അടിയിൽ പോകേണ്ടത്. ബാക്കിയുള്ള മണ്ണിനെയൊക്കെ കളഞ്ഞിട്ട് അടിയിൽ കിട്ടിയ വെള്ളമാണ് നമുക്ക് എടുക്കേണ്ടത്. അങ്ങനെ 2-3 തവണ അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വേസ്റ്റായിട്ടുള്ള മണ്ണുകൾ കുറേ കിട്ടും. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കിയിട്ട് അടിയിലുള്ള സോഫ്റ്റ് ക്ലേ കിട്ടുന്ന മണ്ണ് വെച്ചിട്ട് വേണം നമ്മൾ പിന്നെയും നല്ല ഒരു തുണിയിൽ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഒരു ബക്കറ്റിൽ തുണി കെട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ മേലെ ചളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ അടിയിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ചളിവെള്ളം പോവും. ആ ചളിവെള്ളമാണ് നമുക്ക് വേണ്ടത്. നല്ല സോഫ്റ്റ് ക്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിയിലുള്ളതാണ് വേണ്ടത്. മേലെയുള്ള തരിതരിന്നുള്ള മണ്ണുകളിനെയൊക്കെ ഒഴിവാക്കിയെടുക്കണം. കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ അരിച്ചെടുക്കുന്ന പ്രോസസ്സ്. പക്ഷേ അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈ അരിച്ചെടുത്ത വെള്ളത്തിനെ നമ്മളൊരു 3 മണിക്കൂർ മേലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു തെളിഞ്ഞ വെള്ളം മേലെ കിട്ടും. ഞാനിത് ചെയ്യുന്നത് ഫുള്ളും നൈറ്റാണ്. നൈറ്റ് ഫുള്ളും ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മോർണിംഗ് എടുക്കുമ്പോൾ ഇതേപോലെ മേലെ തെളിഞ്ഞ വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിയിലത്തെ വെള്ളമൊന്നും അനങ്ങാതെ, അടിയിലത്തെ ചളി വെള്ളമൊന്നും അനങ്ങാതെ മേലത്തെ തെളിഞ്ഞ വെള്ളം മാത്രം ഒഴിച്ച് കളയുക. അങ്ങനെ മെല്ലെ ഒഴിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ അടിയിലുള്ളതൊന്നും അനങ്ങില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അടിയിലുള്ള ക്ലേ ഉള്ള മണ്ണാണത്. അതിനെയാണ് നമ്മൾ ക്ലേ ആക്കാൻ പോകുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് മേലെയുള്ള ക്ലിയർ വെള്ളത്തിനെയൊക്കെ ഒഴിച്ച് കളഞ്ഞതിന് ശേഷം അടിയിലുള്ള ചളി വെള്ളത്തിനെ ഇതേപോലെ തുണിയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അടിയിലോട്ട് അതിലത്തെ വെള്ളമൊക്കെ അങ്ങനെ ഒറ്റി പോവും. അങ്ങനെ നന്നായിട്ട് എല്ലാതും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ കുഞ്ഞു കിഴികളായിട്ട് കെട്ടി വെച്ചിട്ട് ഒരു 10 മണിക്കൂറിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് ഒറ്റി പോയിട്ടുണ്ടാവും. കിഴി എടുക്കുന്ന സമയത്ത് കിഴി നമ്മൾ തുറന്നു കൊടുക്കുന്നതിന് മുന്നായിട്ട് ഇതേപോലെ ഒരു തുണി വിരിച്ചു കൊടുക്കുക. ഒരു ഉണങ്ങിയ തുണി വിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ കിഴി വയ്ക്കണം. എന്നാലാണ് അതിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഫുൾ അബ്സോർബ് ചെയ്ത് നല്ല ഡ്രൈ ആയി കിട്ടുള്ളൂ. എന്നിട്ട് നന്നായി പരത്തി കൊടുക്കണം. ആ ക്ലേൻ്റെ ഫുള്ളും നന്നായി പരത്തി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഡ്രൈ ആക്കാൻ വിടാൻ. അല്ലെങ്കിൽ നന്നായിട്ട് ടൈം എടുക്കും ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതേമാതിരി പരത്തി കൊടുത്തതിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. എല്ലാം ഞാൻ നൈറ്റാണ് ചെയ്യുക. എനിക്ക് വർക്കുള്ളത് കൊണ്ട് രാവിലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ദിവസം നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം നൈറ്റായിരിക്കും ഞാൻ എല്ലാം എടുത്ത് നോക്കുക. ഇത് ആവാതെ കുറേ ടെൻഷനായിട്ടുണ്ടായിരുന്നു. എനിക്ക് ആവില്ലേ കിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോൾ അടിപൊളി റിസൾട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല സോഫ്റ്റ് ക്ലേ ഇതേപോലെ പരത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ ക്ലേ ഉണ്ടായി കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഈ കാണിക്കുന്നത് പോലെ എടുക്കുമ്പോൾ നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. നല്ല അടിപൊളി ക്ലേ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കേടാവാതെ ഇരിക്കാൻ നല്ല ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് പേപ്പറിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ എന്തെങ്കിലും നന്നായി കെട്ടി വയ്ക്കുക. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എനിക്ക് ഇത്രയും ക്ലേ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി സോഫ്റ്റ് ക്ലേ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്.
നിങ്ങൾക്കും ഇതേമാതിരി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ആരും ഇല്ലാത്ത സമയത്ത് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി കൊള്ളും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.